വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പം ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് ഭയങ്കര ഓണത്തിൻ്റെ അവധി 10 ദിവസത്തേക്കുള്ള പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള പോക്കായിരുന്നു ഇത്. ഇങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി പിള്ളേരുമായിട്ട് ഇത്രയും ദിവസം അവധിയുണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനൊക്കെ ചെയ്തു. പക്ഷേ നമ്മുടെ പ്ലാനിങ് പോലെ ഒരു കാര്യവും നടക്കത്തില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം ഞങ്ങൾക്ക് അസോസിയേഷൻ്റെ ഓണം ഉണ്ടായിരുന്നു. ഓണത്തിൻ്റെ തലേന്ന് ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഓണത്തിൻ്റെ തലേന്ന് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓണത്തിൻ്റെ അന്ന് വേറെ ആരും ഇല്ലായിരുന്നു. ഞാനും എൻ്റെ ബ്രദറും വൈഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിലും ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ ഓണം സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ പറഞ്ഞ പോലെ എനിക്ക് പനിയായി, പിന്നെ ഭയങ്കര ചുമയായി. അങ്ങനെയൊക്കെ ഇരുന്ന് 2 ദിവസം അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ ഇതേപോലെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിന് ആരൻ പറഞ്ഞമ്മ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കാതെ പുറത്തിറങ്ങാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ പിന്നെ പാർക്കിൽ വന്ന് പിള്ളേരുടെ ചെറിയൊരു ഏരിയ ഉണ്ട്, പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ള, അതിൻ്റെ അവിടെ വന്ന് കുറേ നേരമൊക്കെ ഇരുന്നു. ഒരു ബെഞ്ചൊക്കെ ഉണ്ട് അവിടെ ഇരിക്കാനായിട്ട്. അവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തു. കാരണം നമുക്ക് അകത്ത് തന്നെ ഇരുന്നിട്ട് അങ്ങ് ആകെപ്പാടെ ബുദ്ധിമുട്ട്. അങ്ങനെ വന്ന് കുറച്ച് നേരം പുറത്ത് വന്ന് ഇരിക്കുകയൊക്കെ ചെയ്തൊന്ന് കാറ്റ് കൊള്ളാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. കാരണം പനി അങ്ങ് കണ്ടിന്യൂസ് ആയിട്ടല്ല പനിച്ചു. പിന്നെ എനിക്ക് ചുമ വന്നു. അങ്ങനെ ചുമ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മാറി. അതിൻ്റെ കൂടെ എനിക്കൊരു അലർജിയും കൂടെ വന്നു. വേറൊന്നുമല്ല, ഞാൻ ഓണത്തിന് ഇതേപോലെ ഞങ്ങളുടെ ഇവിടുത്തെ അസോസിയേഷൻ്റെ ഓണത്തിന് ഒരു മാല കഴുത്തേലിട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഓണത്തിനും വേറൊരു മാല ഇട്ടു. ഇതിലേതോ ഒരു മാല എനിക്ക് പണി തന്നു. എനിക്ക് കഴുത്തിൽ അലർജിയായി ഭയങ്കര ചൊറിച്ചിലില്ലായിരുന്നു, പക്ഷേ പെടലി മുഴുവൻ ഭയങ്കരമായിട്ട് തടിച്ച് അങ്ങ് വീർത്ത് വന്ന്. അങ്ങനെ പിന്നെ ഡോക്ടറെ കണ്ടു, മെഡിസിനെല്ലാം വാങ്ങി. അങ്ങനെ അതുമായിട്ട് ഇത്രയും ദിവസം ഇരിപ്പായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ആറിനോട് പറഞ്ഞു, ഭക്ഷണത്തിന് യാതൊരു മുട്ടും വരില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ആറിനെ നമുക്ക് ഒരു ദിവസം ഞങ്ങൾ കൊക്കോയിൽ നിന്ന് ഫുഡ് മേടിക്കാമെന്നും പറഞ്ഞ് എനിക്ക് പാൽ പൊറോട്ട കഴിക്കണം തോന്നി. പനിയുള്ളപ്പോഴാണ് അങ്ങനെ പാൽ പൊറോട്ട മേടിച്ച് ഭയങ്കര ആക്രാന്തത്തിൽ അതിൻ്റെ പാലുമൊക്കെ അതിൻ്റെ അകത്തൊക്കെ ഒഴിച്ചു എല്ലാം, പക്ഷേ കഴിച്ചില്ല. അങ്ങനെ പിന്നെ ഇതെനിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഗിഫ്റ്റ് കിട്ടിയതാണ്. അത് വാൾനട്ടുണ്ട്, പിസ്ത, ബദാം, പിന്നെന്താണ് നട്ട്സ്, സൺഫ്ലവർ, അതെല്ലാം ഉള്ളത് അതിൻ്റെ അകത്ത്. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഓണത്തിന്. അങ്ങനെ ഇന്ന് അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓണം കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് ഒന്ന് ആരോഗ്യത്തോടെ ശരിക്കും പറഞ്ഞാൽ നടന്നത് ഇന്നാണ്. അപ്പം ഞാൻ ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഫ്രണ്ട്സ് അതുപോലുള്ളവരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു, ഇതെന്താ വീഡിയോ ഒന്നും ഇടാത്ത തന്നെ, എന്ത് പറ്റി? എങ്ങനെയാണേലും 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ്, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു എനിക്ക് പനിയാണ്, എനിക്ക് ഇങ്ങനെ അലർജിയുടെ ഒരു ഇത് വന്നു എന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. ഏതായാലും അലർജിയൊക്കെ അത്യാവശ്യം ഒന്ന് കുറഞ്ഞു. ചെറിയൊരു തടിപ്പൊക്കെ മാത്രമേ ഉള്ളൂ കഴുത്തേൽ. അതുകൊണ്ടൊക്കെ ഞാൻ പിന്നെ ഇന്ന് തൊട്ട് വലിയ കുഴപ്പമില്ലാതെ ഒന്ന് ചെറുതായിട്ട് കുക്കിങ്ങും പരിപാടിയൊക്കെ തുടങ്ങി. അതുപോലെ എനിക്ക് വേർപ്പ് താഴ്ന്നതിന് എനിക്ക് പിന്നെയും ചുമ വരുമായിരുന്നു. അപ്പം ഞാനൊരു കോഴ്സ് കംപ്ലീറ്റ് ഞാൻ ആൻറ്റിബയോട്ടിക് എല്ലാം കഴിച്ചു. പക്ഷേ എന്നിട്ടും എനിക്ക് ചുമ മാറിയിട്ടില്ല. എനിക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് കുത്തി ചുമയ്ക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ ആരോഗ്യം ഞാൻ എവിടെ അവധിക്ക് കൊണ്ടുപോയില്ല. പാവം എൻ്റെ കൂടെ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ എവിടെയും പോകാൻ പറ്റിയില്ല. ജയിക്കിനും ആൽബിക്കും ഒക്കെ പിന്നെ ഓരോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഓരോരുത്തരത്ത് പോവുകയൊക്കെ ചെയ്തു. അവൻ എവിടെയും പോകാതെ പാവം എൻ്റെ കൂടെ വീട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. ഇത്രയും ദിവസം അവധി കിട്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ ദിവസവും പഠിത്തവും പരിപാടിയല്ലേ. അങ്ങനെ ഞാൻ പറയാമെന്ന് ഒന്നും നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്യാനേ പറ്റത്തില്ല. പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഈ ഒരു 10 ദിവസം എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നും പറഞ്ഞ്, അപ്പോൾ ഒന്നും നടന്നില്ല. പക്ഷേ അവനൊരു പരാതിയില്ല. അവൻ എന്നോട് പോകാൻ പറ്റാത്തതിലൊന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഞാനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ പേര് ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.